പണ്ട് മല്ലികാർജ്ജുന അമ്പലത്തിലെ ഉത്സവത്തിന് പോകുമ്പോണ്ടല്ലോ എൻ്റെ അമ്മ സ്ഥിരം പോകുന്നൊരു സ്ഥലമായിരുന്നു. അവിടെ ഗേറ്റിൻ്റെ പുറത്ത് ഈ പാത്രമെല്ലാം വെക്കുന്ന ഒരു ആളുണ്ടാവും. അവിടെ പോയിട്ട് കുറേ പാത്രം മേടിച്ചു കൂട്ടാന്നുള്ളത്. അതിപ്പോൾ എല്ലാ വർഷവും അവിടെ ഉത്സവത്തിന് പോയെങ്കിലും ഒരു പാത്രമെങ്കിലും മേടിച്ചിട്ട് വന്നില്ലെങ്കിൽ അമ്മ കുറക്കരാത്ത പോലെയാണ്. അതിപ്പോൾ 3 ദിവസം ഉത്സവത്തിന് പോകുന്നുണ്ടെങ്കിൽ 3 ദിവസം ആകുമ്പോൾ 3 തരത്തിലുള്ള പാത്രം മേടിച്ചിട്ട് വരും. ചിലപ്പോൾ അതേ പാത്രത്തിൻ്റെ പല സൈസ് എൻ്റെ വീട്ടിലുണ്ടാവും. എന്നാലും അതിൻ്റെ ഇന്ന സൈസില്ല, അതിൻ്റെ ചെറുതില്ല, വലുതില്ല, മീഡിയം ഇല്ല എന്ന് പറഞ്ഞിട്ട് മേടിക്കും. അപ്പം ഞാനിങ്ങനെ വിചാരിക്കും, എന്തിനു ഇത് ഇത്രയും പാത്രം മേടിച്ച് കൂട്ടുന്നതിന്, അല്ലെങ്കിൽ ഇപ്പം മേടിക്കുന്നില്ലെങ്കിലും അവിടെ പോയിട്ട് ഇങ്ങനെ കുറച്ച് സമയം നിന്ന് അത് നോക്കി അതിന് വില ചോദിച്ച് പിന്നെ വെറുതെ ഇങ്ങനെ കുറച്ച് 1 മണിക്കൂറെല്ലാം ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ പാത്രമെല്ലാം നോക്കി ടൈം പാസ്സാക്കിയില്ലെങ്കിൽ ഒരു സുഖമില്ലാത്ത പോലെ ചിലപ്പോൾ വലിയ ബക്കറ്റ് മേടിച്ചുകൊണ്ട് വരും, വലിയ വട്ടത്തിൻ്റെ പാത്രം മേടിച്ചിട്ട് എന്തിനും ചോദിച്ചാൽ പറയും തുണി നനക്കാനെന്നെല്ലാം പറയും. അപ്പോൾ ഞാൻ എന്തിനും നീ ഞങ്ങൾക്ക് പ്രാന്താന്നെല്ലാം ചോദിക്കുമ്പോൾ അമ്മ ഞങ്ങൾ നല്ലോണം ബൈക്കിടെല്ലാം പറയാം. നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞൊന്നും മനസ്സിലായില്ല, നിങ്ങൾക്ക് എൻ്റെ പ്രായത്തിലെത്തുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാവുന്നല്ല. പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം ഞാൻ എല്ലാ ശനിയാഴ്ചയും മാർക്കറ്റിൽ പോകുമ്പം ഈ പാത്രത്തിൻ്റെ ഷോപ്പിൽ ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്യാണ്ട് പോലില്ല. കാരണം ഇവിടെ വന്നിട്ട് ഞാൻ കുറച്ച് സമയം ഈ പാത്രത്തിനെല്ലാം ഇങ്ങനെ വെറുതെ നോക്കും. എന്ത് രസമാണ് ഇത് കാണാൻ. ഇത് മേണിക്കണമെന്ന് ചോദിച്ചാൽ എനിക്ക് മേണിക്കുകയും വേണ്ട, പക്ഷെ ഇത് കാണാനൊരു ഇഷ്ടം. എനിക്കറിയില്ല അതിപ്പം ജനറ്റിക്കലി പാസ് ചെയ്തിട്ട് വന്നതാണെന്നൊക്കെ അറിയില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ഈ 30s ഒരു ക്രേസാണ് ഈ പാത്രങ്ങളുടെ കളക്ഷൻ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് വരുന്നുണ്ട് ഇപ്പം.